പ്രാർത്ഥനയാണ് സകല വിഷയത്തിനും മറുപടിയെ വിളിച്ചു വരുത്തുന്നത്. ഇന്നൊരു മനുഷ്യന്റെ പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളോട് ശുശ്രൂഷിക്കുവാനായി പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അബ്രഹാമിന്റെ ദൈവമായ യഹോവേ, എന്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്നു തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ വിവാഹത്തോട് ബന്ധപ്പെട്ട് ഇസഹാക്കിന് ഏകദേശം 40 വയസ്സോടടുക്കുന്ന സമയത്ത് അബ്രഹാം എലയാസറിനെ അടുക്കൽ വിളിച്ചിട്ട് പറയുകയാണ്, ഇവിടെ ഉള്ളവരുടെ ഇടയിൽ നിന്ന് എന്റെ മകനായി ഇസഹാക്കിന് ഒരു ഭാര്യയെ എടുക്കാതെ ഞാൻ പറയുന്ന ദേശത്തേക്ക് പോകുക, അവിടെ നിന്ന് ഇസഹാക്കിനൊരു ഭാര്യയെ എടുക്കണം. എലയാസർ അബ്രഹാം ഏൽപ്പിച്ച ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ തനിക്ക് എന്തു ചെയ്യണമെന്നറിയത്തില്ല. താൻ ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്ക് ഈ കാര്യം അറിയത്തില്ല, ഇന്നു തന്നെ എനിക്ക് ആ കാര്യം സാധിപ്പിച്ചു തരണം. അവൻ ദൈവത്തിന് മുമ്പിൽ പറയുകയാണ്, കന്യകമാർ വെള്ളം കോരാൻ വരുമ്പോൾ ഞാൻ അവരോട് വെള്ളം ചോദിക്കുമ്പോൾ ഒട്ടകങ്ങൾ കൂടെ കൊടുക്കാമെന്ന് പറയുന്ന പെൺകുട്ടി ഏതോ, അവളാകട്ടെ എന്റെ യജമാനന്റെ ഭാര്യ. അങ്ങനെ ഉറവയുടെ അടുക്കൽ എത്തുമ്പോഴാണ് റബേക്ക വെള്ളം കോരുവാൻ വരുന്നത്. ഇതെല്ലാം വന്നതിന്റെ മുമ്പിൽ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. അതിനകത്തെ ഒരു പദമാണ് നമ്മൾ ധ്യാനിക്കുന്നത്, ഇന്നു തന്നെ കാര്യം സാധിപ്പിച്ചു തരണം. നീ ഇടപെടുന്ന വിഷയം ഇതിനു മുമ്പ് നിനക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ നിനക്കൊരു വലിയ അനുഭവം ഉണ്ടാകാൻ പോവാ. ദൈവം നിനക്ക് കാര്യം സാധിപ്പിച്ചു തന്നു എന്ന്. അത് തലമുറയോട് ബന്ധപ്പെട്ട്, വിവാഹത്തോട് ബന്ധപ്പെട്ട്, കുടുംബത്തോട് ബന്ധപ്പെട്ട്, ബിസിനസ്സിനോട് ബന്ധപ്പെട്ട് യഹോവ നിനക്ക് ഇന്നു തന്നെ ആ കാര്യം സാധിപ്പിച്ചു തരും. അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവുക. ദൈവത്തിന്റെ വായായി നിന്നുകൊണ്ട് ഞാൻ പ്രവചിക്കുക, ഇത് നിന്റെ കാര്യം സാധിപ്പിച്ചു തരുന്ന ദിവസമാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരാലും നടക്കാത്ത കാര്യം ദൈവത്താൽ നടക്കും എന്നുള്ള ആഴമേറിയ വിശ്വാസത്തോടെ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. ഇന്നു തന്നെ നിന്റെ ജനത്തിന്റെ കാര്യം ദൈവം സാധിപ്പിച്ചു കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായി യഹോവ ഇന്നു തന്നെ നിനക്ക് ആ കാര്യം സാധിപ്പിച്ചു തരും. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.